ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്നത് ഗംഭീരമായൊരു അപ്ഡേറ്റാണ്. നമ്മുടെ സ്വന്തം മോഹൻലാലും തരുൺ മൂർത്തിയും കൂടി ചേർന്നൊരു സിനിമ. നമ്മൾ നമ്മുടെ ഒരു സിനിമ ഓൾറെഡി കണ്ടു. കിടുകിടുക്കാഴ്ചയൊരു സിനിമയായിരുന്നത് തുടരെന്ന് പറയുന്നത്. കാരണം അതിലൊരു യാതൊരുവിധ ഒരു റോങ് ആയിട്ട് ഒരു സാധനം കണ്ടില്ല. കാരണം മോഹൻലാൽ എന്ന വ്യക്തി പഴയ രീതിയിലേക്ക് വീണ്ടും എത്തി എന്ന് പറയുന്ന രീതിയിലേക്ക് ഭയങ്കര രസമായിരുന്നു. പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു മോഹൻലാലിനെ ഈ ഒപ്പം സിനിമയിലുള്ള ഒരു ക്യാരക്ടറൈസേഷൻ്റെ ഒരു കണക്ഷൻ പോലെയൊക്കെ തോന്നി. കാരണം ആ ഒരു വേഷവിധാനം കൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ചില ഭാവങ്ങൾ കാണുമ്പോൾ അങ്ങനെ തന്നെ തോന്നി എനിക്ക്. പക്ഷെ എന്നാലും ഇതിപ്പോൾ ഇരിക്കുന്നത് അതിമനോഹരം എന്ന് പറഞ്ഞ സിനിമയാണ്. പക്ഷേ ആ പേരിൽ തന്നെ വളരെയധികം കൗതുകമുണ്ട്. പോലീസ് ഓഫീസറാണ്, ഒരു കോമഡിയൊക്കെ ആയിട്ട് കണക്റ്റഡ് ആണെന്നൊക്കെയാണ് പറയുന്നത്. എന്ത് തന്നെ ആയാലും സിനിമ ഒരു നല്ലൊരു സിനിമ ആയിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം തരുൺ മൂർത്തി പറയുന്നത് ഒരു വല്ലാത്തൊരു ഫാൻ ബോയാണ് മോഹൻലാൽ എന്ന അതുല്യ പ്രതിഭയുടെ. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അദ്ദേഹം ഓൾറെഡി ഒന്ന് പ്രൂവ് ചെയ്തു എങ്ങനെയാണ് അതിൻ്റെ സിനിമ ചെയ്യേണ്ടതെന്നും അദ്ദേഹം എങ്ങനെ ആ ഒരു ട്രിബ്യൂട്ട് കൊടുക്കാമെന്നൊക്കെ അതിഗംഭീരമായി ചെയ്തു. ആ സിനിമ പിന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ് ചെയ്തിരുന്നത്. എന്നാലും ഈ ഒരു സിനിമയും കൂടി ഇപ്പോൾ അതിമനോഹരമായ സിനിമ ഒരു ഗംഭീര സിനിമയാകുന്നുള്ളത് യാതൊരു സംശയമില്ല. കാരണം അത്ര മനോഹരമായിട്ടുള്ളൊരു കാസ്റ്റിംഗ് ക്രൂ തന്നെയാണ് ഈ സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സിനിമ ഇപ്പോൾ മോഹൻലാലിൻ്റെ ഒരു ഫസ്റ്റ് ലുക്കൊക്കെ പോസ്റ്റൊക്കെ കാണുമ്പോൾ തന്നെ കിടുവായിട്ടുണ്ട്. കാരണം ഒരു ഫണ്ണി ആയിട്ടാണ് മോഹൻലാലിനെ അവതരിപ്പിക്കാൻ പോകുന്നത്. എന്തായാലും അത് വളരെയധികം ഇഷ്ടപ്പെടും. കാരണം പ്രേക്ഷകർ നിലയ്ക്ക് ഏറ്റവും കൂടുതൽ മോഹൻലാലിനെ കാണാൻ ആഗ്രഹിക്കുന്ന പഴയ ആ ഒരു കൗതുകം നിറഞ്ഞുള്ള മോഹൻലാൽ തന്നെയാണ്. അപ്പോൾ എന്തായാലും സിനിമ അതിഗംഭീരമാവട്ടെ. കാരണം നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നതും ഈ സിനിമയുടെ ഇനി മറ്റു അപ്ഡേറ്റൊക്കെയാണ്. അതൊക്കെ വളരെയധികം പെട്ടെന്ന് വരുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഈ ഒരു വിഷു കൈനീട്ടമായിട്ട് മോഹൻലാലിൻ്റെ ടീമും ഈ അതിമനോഹരത്തിൻ്റെ ടീമും കൂടി നമുക്കൊന്നൊരു കൈനീട്ടം എന്ന് പറയുന്നത് ഈ സിനിമയെ കുറിച്ചൊരു ഫസ്റ്റ് പോസ്റ്റ് തന്നെയാണ്. അതിൽ അതിമനോഹരമായിട്ടുണ്ട്. കാരണം സിനിമ പോസ്റ്റ് കാണുമ്പോൾ അതിമനോഹരമായിട്ടെന്ന് പറയാൻ പറ്റും. അത്രയും അടിപൊളിയായിട്ടുണ്ട് കാണാൻ. എന്തായാലും സിനിമ ഗംഭീരമാവട്ടെ. കാരണം മോഹൻലാലിൻ്റെ വളരെയധികം ഷേവി ആയിട്ടുള്ളൊരു ട്രെൻഡി ആയിട്ടുള്ളൊരു പോസ്റ്ററും കൂടിയാണ്. കാരണം ഒരുപാട് കാലങ്ങൾക്ക് ശേഷം മോഹൻലാൽ കേട്ടൊരു പഴയും കൂടിയാണ്. എന്തുകൊണ്ട് മോഹൻലാൽ താടി പഠിക്കുന്നില്ല, താടി പഠിച്ചു കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ ഭാവങ്ങളൊന്നും തിരിച്ചറിയാൻ പറ്റില്ല, അങ്ങനെ കുറേ ന്യൂസെൻസ് ആയിട്ടുള്ള കുറേ കമൻസൊക്കെ ഉണ്ടായിരുന്നു. ആ കമൻസിനൊക്കെ വകവയ്ക്കാതെ മോഹൻലാൽ എന്ന വ്യക്തി ലോകം എന്ന സിനിമയ്ക്ക് ശേഷം വീണ്ടും താടി പഠിച്ചു. അതും നല്ല ഗംഭീരമായ മീശയൊക്കെ മുറുക്കി അല്ലേ. ആ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റ് വന്നെങ്കിലും അതിപ്പോൾ കൗതുകമൊക്കെ പോയി. കാരണം ആ ഒരു ലുക്കും വെച്ച് എല്ലാവരുടെയും അദ്ദേഹം ഇനോഗ്രേഷനും മറ്റു പരിപാടിയൊക്കെ സർക്കാരിൻ്റെ ആയാലും അദ്ദേഹത്തിൻ്റെയും പോയി അതൊക്കെ തന്നെയും കണ്ടു. എന്തായാലും ആ സിനിമയിൽ എങ്ങനെയാണ് ഈ ഒരു 3.5 മണിക്കൂറോ 2 മണിക്കൂറോ 2.25 മണിക്കൂറൊക്കെ ഉള്ളത് ആ സിനിമ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഈ പുതിയ ലുക്കുമായിട്ട് കണക്റ്റ് ആവുന്നതൊക്കെ കാണാം അല്ലേ. അതൊക്കെ അടിപൊളി ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നല്ല അതിഗംഭീരമായൊരു സിനിമയാവട്ടെ, അതിമനോഹരം എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യാണ്. ഇനി എന്ത് അപ്ഡേറ്റ് വരികയാണെങ്കിൽ ഈ ചാനൽ പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഈ സിനിമയ്ക്ക് ഫസ്റ്റ് ഷോയ്ക്ക് വേണ്ടിയാണ് ഞാനും വെയിറ്റ് ചെയ്യുന്ന ഈ സിനിമ. നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും വിശ്വസിക്കുന്നു. എന്തായാലും എല്ലാവരും ഹെൽത്തി ആയിരിക്കുക, ടേക്ക് കെയർ. മോഹൻലാൽ എന്ന അതിലെ പ്രതിഭയുടെ ഒരു അതിഗംഭീരമായ ഒരു മൂവി ആവട്ടെ, അതിമനോഹരം എന്ന് വിശ്വസിക്കുന്നു. തരുൺ മൂർത്തിയുടെ 2ാമത്തെ ട്രിബ്യൂട്ടാണ്. എന്തായാലും ഒരു ട്രിബ്യൂട്ട് ഗംഭീരമായി തുടരുന്ന സിനിമ നമുക്ക് വീണ്ടും കാണാനുള്ള വളരെയധികം കൗതുകമായുള്ള സിനിമയാണ്. എന്താ ജോർജ് സാറല്ലേ, അത് മറ്റേ ആ ഒരു വില്ലൻ ഒരു രക്ഷയില്ലതാണ് അല്ലേ. അതെന്തായാലും കൊള്ളാം. എന്തായാലും മോഹൻലാൽ എന്ന വ്യക്തിയുടെയും ഈ ഒരു സിനിമ അതിഗംഭീരമാവട്ടെ. ഒരിക്കലും ഒരു മറ്റു സിനിമയായിട്ട് കണക്ഷൻ ആവാതെ വളരെ ഒരു യൂണിക്കായിട്ടുള്ള മൂവിയായി മാറട്ടെ ഞാനും ആഗ്രഹിക്കുന്നു. ഓക്കെ, ബൈ, സീ യു ഗൈസ്.